പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ ബിജെപിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ യുഡിഎഫ് അവിശ്വാസ പ്രമേയത്തിന് എൽഡിഎഫ് പിന്തുണ നൽകി. അവിശ്വാസ പ്രമേയം പാസായി, ബിജെപിക്ക് ഭരണം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ എൽഡിഎഫ് പിന്തുണച്ചു എന്ന ചോദ്യത്തിന് സിപിഐഎം വാർഡംഗം എബ്രഹാം തോമസിന്റെ മറുപടി ഇങ്ങനെ: എന്തുകൊണ്ടാണ് പിന്തുണച്ച യുഡിഎഫിനെ? എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്? ബിജെപിയും കോൺഗ്രസും നമ്മൾ തുല്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഭരണ കെടുകാര്യസ്ഥയില്ലാത്ത ബിജെപിയും കോൺഗ്രസിനെ ഞങ്ങൾ ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ബിജെപി പുറത്താക്കാൻ യുഡിഎഫിനെ പിന്തുണ കൊടുത്തു. ബിജെപിയുടേത് മോശം ഭരണമായതിനാലാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതെന്ന് മറ്റൊരു സിപിഐഎം വാർഡംഗം ഷീജാമോൾ പറഞ്ഞു. ആദ്യമേ തന്നെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് അന്ന് പതാക ഉയർത്തിയപ്പോൾ തന്നെ അവർ ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ടാണ് അവർ പതാക ഉയർത്തിയത്. അന്ന് മുതലുള്ള ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ വർഗീയത മാത്രം വിളമ്പിക്കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അത്. അങ്ങനെ ഇന്ത്യ സഖ്യം കേരളത്തിൽ ഉദിച്ചുയർന്നിരിക്കുന്നു. എന്താ പറയുക, എന്തേ വന്നില്ല എന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ വന്നു. BJP ഭരണം തെറിപ്പിക്കാനായിട്ട് ഇന്ത്യ സഖ്യം വന്നു. അല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഭാരത് മാതാ കീ ജയ് എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ് വർഗീയതയായി മാറിയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർക്ക് തന്നെ മറുപടിയില്ല എന്താണ് പറയേണ്ടതെന്ന്. നിങ്ങൾ ഈ പറയുന്ന രീതി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മിണ്ടാട്ടം ഇല്ല. എന്നിട്ട് ഒരാൾ പറയും, ചേച്ചി പറയാണ് ഈ പറയുന്ന രീതിയിൽ ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞു പതാക ഉയർത്തിയപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് വർഗീയതയാണ്. എൻ്റെ പൊന്നേ, നിങ്ങളെയൊക്കെ കൊണ്ട് തന്നെയാണ് ഇതേപോലെ ഉള്ള ഈ ഒരു സംസാരം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ സംഘിക്കൂട്ടങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ സ്വഭാവങ്ങൾ വെച്ച് തന്നെയാണ് ശരിക്കും കേരളത്തിൽ മുക്കിലും മൂലയിലും ഇപ്പോൾ സംഘിക്കൂട്ടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അതായത് കേരളത്തിൽ സംഘി ഭരണം പിടിക്കുന്നത് വരെ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പൊറാട്ട് നാടകങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് എടുത്തു പറയുന്നു. ഇടതുപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം കുഴി തോണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വീഴുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇടതുപക്ഷം സ്വയം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കേരളത്തിൽ കാര്യങ്ങൾ മാറ്റുന്നതെന്ന്. കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്ത് അവസാനം എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവാൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലെന്നല്ല ഇപ്പോൾ കേരളത്തിൽ പോലും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യം അങ്ങനെ ഉദിച്ചുയർന്നിരിക്കുന്നു. ഇനിയും വരണം. ഇത് തന്നെയാണ് ഇവർ തിരുവനന്തപുരം കോർപ്പറേഷനിലും പയറ്റി നോക്കിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഏശിയില്ല. അവിടെ ഏശാത്തത് കൊണ്ട് ഭരണം അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മറ്റൊരിടത്ത് അവരത് പ്രയോഗിച്ചിട്ട് BJP ഭരണം അങ്ങ് അട്ടിമറിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ഒരു കോയിൻ്റെ രണ്ട് വശമാണെന്നും നിങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസം ഇല്ല എന്നുള്ളതും ഇതിലൂടെയൊക്കെ തന്നെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഈ MLA മാർ ഒരുമിച്ചങ്ങ് നിർത്തിയിട്ട് പ്രതിപക്ഷത്ത് ആകെ 3 MLA മാരുള്ളൂ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ ജനങ്ങൾക്ക് വിലയിരുത്താം. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ഈ പോക്ക് BJPക്ക് ഇവിടെ ഉഴുതുമറിയാനായിട്ടുള്ള വളമുണ്ടാക്കി ഇട്ട് കൊടുക്കലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് 100% അടിവരയിട്ട് പറയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, ഇതിലൂടെ നിങ്ങൾ സ്വയം കുഴി തോണ്ടി അതിൽ വീണ് ഇല്ലാതാവുന്ന തരത്തിലോട്ടാണ് ഇടതുപക്ഷം കാര്യങ്ങൾ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. പരമ കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല.